ഇന്നത്തെ തലമുറ മറന്നു പോയിട്ടുള്ള 2 കാര്യങ്ങളാണ് കേട്ടോ ഇന്നിവിടെ കാണുന്നത്. നമ്മൾ ഓലമെടയാൻ ഈ വീഡിയോ കാണുന്ന എത്ര ആളുകൾക്കറിയാം? എനിക്കറിയില്ല കേട്ടോ സത്യമായിട്ടും. ഞാൻ ഈ പൂച്ച പൊന്നൊരുക്കുന്നിടത്ത് പോയിരിക്കണ പോലെ ഞാനും കുറേ നേരം നോക്കിയിരുന്നു. എങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക് കൂട്ടലൊന്നും യാതൊരു പിടുത്തൂല്ല കേട്ടോ. ഓലയുടെ ഓരോ ഭാഗത്തു നിന്ന് എടുത്തിട്ട് മറ്റേതിൻ്റെ ഇടയിലേക്ക് തിരികെ കയറ്റി വെക്കണ ഒരു ഐഡിയ ഇല്ല കേട്ടോ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത്. കുറേ നേരം ഞാൻ നോക്കിയിരുന്നേ. പിന്നെ നമ്മുടെയൊക്കെ പ്രത്യേകത തന്നെ ക്ഷമയില്ലാത്തതാണല്ലോ. അപ്പോൾ ഇത് ചെയ്ത് തീരണത് വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. പിന്നെ ഞാൻ പകുതി വെച്ചങ്ങാണ്ട് ഞാൻ വേറെ എൻ്റെ പണിക്ക് പോയിട്ടാണ്. ഇത് കണ്ടോ, ഈ ഓലക്കണ്ണി ഒടിക്കുന്ന ഭാഗം നമ്മളെ കൊടിച്ചാൽ ഒന്നാകെ ഈർക്കൾ പൊട്ടി ഓലക്കണ്ണി ഒന്നാകെ കൊണ്ട് പോരല്ലേ. അത് കറക്റ്റ് അമ്മ ലെവലാക്കി. ഇത് ഹസ്ബൻഡിൻ്റെ അമ്മയാട്ടോ ചെയ്യണത്. അമ്മ കറക്റ്റ് ലെവലാക്കിയിട്ട് പൊട്ടിച്ച്, പിന്നെ അതിൻ്റെ ഇടയിലൊരു ചീഞ്ഞ ഇല ഉണ്ട് കണ്ടില്ലേ, ചീഞ്ഞൊരു കണ്ണി ഓലക്കണ്ണി. അപ്പോൾ അതിന് പകരമായിട്ട് വേറൊന്ന് എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ കൊടുത്ത് ലെവലാക്കി സെറ്റാക്കി ചെയ്യണേ. അപ്പോൾ ഇതേപോലെ തന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓല മടഞ്ഞങ്ങാണ്ട് വീടിൻ്റെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവയ്ക്കും. കോഴിക്കൂടിൻ്റെ മുകളിൽ വയ്ക്കും. പിന്നെ കോഴിക്കൂടിൽ മഴ കൊള്ളണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ അവിടെ മറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അമ്മ അങ്ങനെ അതുപോലെ ചെയ്യൂട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓല മടഞ്ഞ് വെക്കും. കൂടുതൽ ഈ മഴക്കാലത്താണ് ഇത് ചെയ്യുക. മഴയാകുമ്പോൾ ഓൾറെഡി നനഞ്ഞെടുക്കണ ഓല ഉണ്ടാവുമല്ലോ. പിന്നെ ഏട്ടനും അതുപോലെ നന്നായിട്ട് അടിപൊളിയായിട്ട് മെടയും കേട്ടോ. ഓല മെടയാനൊക്കെ നന്നായിട്ട് അറിയാം, കയറ് പിരിക്കാനറിയാം, അടിപൊളിയായിട്ട് ചെയ്യും. കണ്ടോ കയറ് വിരിക്കുന്നത്? എനിക്ക് കുറച്ചറിയാം കേട്ടോ കയറ് വിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉറപ്പുണ്ടാവില്ല എൻ്റെ കയറിന്, പെട്ടെന്ന് വലിച്ചാൽ പൊട്ടിപ്പോരും. അങ്ങനെയാണ് ഞാൻ പിരിക്കുക. പിന്നെ ഇത് എൻ്റെ അച്ഛനാട്ടോ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്ന്. അന്ന് എന്തോ 2-3 ദിവസമായിട്ട് അച്ഛന് കടയാണ്. അപ്പോൾ കട അവധിയായപ്പം ഒരു നേരം പോക്കിന് ചെയ്താണ് കേട്ടോ. അന്നെന്തോ ചകിരിത്തുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അച്ഛൻ ഞാൻ ചകിരി അടിച്ചുണ്ടാക്കിയിട്ട് എടുത്താണോന്ന് എനിക്ക് ഓർമ്മയില്ല. സംഭവം എന്തായാലും അച്ഛൻ പിരിക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്ന അന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കയറ് പിരിക്കുന്നത് അച്ഛൻ. പണ്ടത്തെ അച്ഛൻ്റെ അമ്മയൊക്കെ ചെയ്തിരുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആണ് കയറ് പിരിക്കുന്നത്. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. പഴയ ഒരു ഇതായിരുന്നല്ലോ നമ്മളെ നാട്ടിലുണ്ടായിരുന്നൊരു വരുമാന മാർഗ്ഗമായിരുന്നു അല്ലേ ഓലമേടയിലും കയറ് പിരിക്കലൊക്കെ. നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടോ?